വിശ്വപ്രാർത്ഥന പാടുന്നുണ്ടോ? അനുശോചനമാണ്. അനുശോചനം പാലാമായിട്ട് പറയപ്പെട്ട നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ടും അതുപോലെ പരിശുദ്ധ മാർപ്പാപ്പയുടെ ലേഖന യോഗത്തിൻ്റെ ഓർത്തുകൊണ്ട് നമുക്ക് അല്പനേരം ഒരു അനുശോചനം. ഇത് നമ്മുടെ അധ്യക്ഷത അലങ്കരിക്കുന്ന നമ്മുടെ രാജൻ സാറിനെയാണ് എനിക്ക് ആദ്യം സ്വാഗതം ചെയ്യാനുള്ളത്. അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻ എന്ന് പറഞ്ഞാൽ ഈ കേരള സീനിയർ സിറ്റിസൺ ഗ്രൂപ്പ് എന്നുള്ള ഒരു ഐഡിയ തന്നെ കൊണ്ടുവന്നത് നമ്മുടെ രാജൻ സാറാണ്. കോട്ടയക്കാരനാണ്. അദ്ദേഹം വരുന്നതിന് വേണ്ടിയാണ് നമുക്ക് ലേറ്റ് ആയത്. പിന്നെ ആൾക്കാരുടെ ഒരു ഭാഗഭാഗവും ഒക്കെയാണ്. മതി, ഇത് മതി, ധാരാളം മതി. സ്വാഗതം ചെയ്തോ? അപ്പോ രാജൻ സാറ് വളരെ തിരക്കുള്ള ആളാണ്. എൻ്റെ അറിവിൽ എൻ്റെ അനുഭവത്തിലായി അദ്ദേഹം ഒരു എമിനൻ പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തെ ഈ ചെറിയ ഗ്രൂപ്പിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ജോസാറ്. ജോസാറിൻ്റെ സൗകര്യത്തിനാണ്. ജോസാറ് UAE-യിലാണ്. അദ്ദേഹം അവധിക്ക് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ സൗകര്യാർത്ഥമാണ് നമ്മൾ ഇന്ന് ഈ തിരക്കിട്ട് ഇതുപോലൊരു പരിപാടി ഉള്ളവർ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ ഈ പരിപാടിക്ക് പ്ലാൻ ചെയ്തത്. അദ്ദേഹം വളരെ ആക്റ്റീവായിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിലിപ്പോൾ ഉള്ളതിൽ ആക്റ്റീവ് അദ്ദേഹമാണെന്ന് തോന്നുന്നു. മറ്റുള്ളവർ സാധാരണ ഉള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ സാറ് ഈ മറ്റ് പുറത്തുനിന്ന് ജോലി ചെയ്യുന്നതിൽ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത് നമ്മുടെ ജോസ് സാറാണ്. അദ്ദേഹം കരിക്കുന്നക്കാരനാണ്. വളരെ കാലം ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്നു. എൻ്റെ കുടുംബം തന്നെ അവിടെയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ഇങ്ങനെ കിട്ടുന്ന ഒരു അവസരത്തിൽ ഇവിടെ എത്തി ഇങ്ങനെ ഒരു മണിക്കൂർ നമ്മളോടൊപ്പം ചെലവഴിക്കാൻ കാണിച്ച ആ സന്നദ്ധതയ്ക്ക് ഞാൻ അദ്ദേഹത്തിന് ആദ്യം നന്ദി പറയുന്നു. അതോടൊപ്പം ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ജോസാറാണ്. ജോസാർ എൻ്റെ ഒരു മെൻറ്ററാണ്, എൻ്റെ നാട്ടുകാരനാണ്. അദ്ദേഹം 10-35 വർഷത്തിന് മുകളിലായിട്ട് അമേരിക്കൻ സിറ്റിസൺ ഉള്ള ആളാണ്. അദ്ദേഹത്തോട് ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ വിസിറ്റിംഗ് ചോദിച്ചു. പക്ഷേ സാർ വരണം, വന്ന് ഞങ്ങൾ ഒരു ചെറിയ സന്ദേശമൊക്കെ തരണം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷവും. വളരെ തിരക്കുള്ള ആളാണ്. ആ പാടെ ചുരുങ്ങിയ ദിവസം കൈപ്പിടിച്ചുകൊണ്ടാണ് വിദേശിയിലേക്ക് കൂടെ വരുന്നത്. ഈ പറഞ്ഞ പോലെ ഈ മാസം തന്നെ അദ്ദേഹം മെയ് മാസം തന്നെ തിരിച്ചു പോകും. പിന്നെയും വരുമ്പോൾ ഒക്കെ നമ്മുടെ അടുത്ത് വരും. ആ കാര്യത്തിൽ തർക്കമില്ല. സാറിൻ്റെ നല്ല ഒരു സോഷ്യൽ വർക്കറാണ്. അതുപോലെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. അതുപോലെ ഈ കങ്കൺ വാട്ടർ എന്ന് പറയുന്ന ഒരു ബിസിനസ് ഉണ്ട്. നല്ലൊരു ഇതാണ്. അതിനെക്കുറിച്ച് പറയാനൊരു വേദി ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെക്കുറിച്ച് പറയാൻ സമയവും വേദിയില്ല, അതുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല. അത് നന്നായിട്ട് ചെയ്യുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് അമേരിക്കയിൽ ഒരു മലയാള സ്കൂള് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളും കൂടിയാണ്. മലയാള ഭാഷ, അമ്മ ഭാഷ അമേരിക്കൻസിനെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അമേരിക്കയിലുള്ളവരെ പഠിപ്പിക്കുക. നിന്നെ അരിയും നിന്നെയും നിന്റെ അപ്പനെയും അരിയും എന്ന് പഠിപ്പിക്കുന്നത് പോലെ അല്ല, അങ്ങനെയല്ല പറയേണ്ടത്. നിന്നെ അരിയും നിന്റെ അപ്പനെയും അരിയും എന്ന് അറിയുന്നതാണ്. നിന്നെ അറിയും, അപ്പൊ നിന്നെ അരിയും, നിന്റെ അപ്പനെ അറിയും, നിന്റെ അപ്പനെ അരിയും എന്ന് പറയുന്ന പോലെ അല്ല മലയാളം പറയുന്നത് എന്ന് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. എൻ്റെ ഒരു ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം വരുന്നത്. അതായത് 35 വർഷത്തോളം അമേരിക്കയിൽ തന്നെ, കുടുംബം മൊത്തം അമേരിക്കയിലാണ്. അദ്ദേഹത്തിന് ഇവിടെ വേരുകളുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനങ്ങളും വീടും ഒക്കെ ഇവിടെയുണ്ട്. അദ്ദേഹം എന്ന് വന്നാലും ഞങ്ങൾ ഒരു 3 മാസത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു 10 ദിവസം ഞങ്ങൾക്ക് ഉണ്ടാവും. ആ ഒരു ബന്ധം ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു മെൻറ്റർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേരത്തെ വന്നിരുന്നെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ജീവിത പ്രാരാബ്ധത്തിൽ ഓടി നടന്നത് തമ്മിൽ കണ്ടുമുട്ടാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത്. എന്നാലും സാറിൻ്റെ അനുഗ്രഹം കൂടിയുണ്ട്, സാറിൻ്റെ ഒരു സപ്പോർട്ട് കൂടിയുണ്ട് ഈ പ്രസ്ഥാനത്തിൽ നിലനിൽക്കാനായിട്ട്. അപ്പോൾ ആ കാര്യം ഞാൻ അറിയിക്കുകയാണ്.
പിന്നെ അദ്ദേഹത്തെ ഞാൻ വളരെ ഹാർദവത്തോടുകൂടി ഈ യോഗത്തിലേക്ക് പിന്നെ സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ജോസഫ് ആനിക്കൂട്ടിൽ. അദ്ദേഹം ഞങ്ങളുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. അദ്ദേഹത്തെ ഞാൻ ട്രാഫിക് പഠിക്കുന്നു പറഞ്ഞ പോലെയാണ്. ഇന്നൊരു കുട്ടിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടി വന്നില്ല. അപ്പോൾ വരുന്നില്ല എന്നുള്ളത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല. കാരണം വന്ന് കാണുക എന്നാണല്ലോ പറയുന്നത്. വന്ന് കണ്ടു കഴിയുമ്പോൾ പുള്ളിക്കാരല്ലേ നമ്മുടെ സുവിശേഷം പറയുന്നതാണ്, നസറത്തിൽ നിന്ന് നന്മ വരിക സാധ്യമോ എന്ന് വന്ന് കാണുക, കമാൻസി എന്നാണ് എന്ന് പറഞ്ഞാൽ പുള്ളി ഒന്ന് കാണട്ടെ എന്നിട്ട് ഞങ്ങളോടൊപ്പം ചേരട്ടെ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തെ ഞാൻ ട്രാഫിൽപ്പെടുത്തി അദ്ദേഹത്തെ ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യും. പിന്നെ ജോർജ് സാറും നമ്മുടെ ഗ്രൂപ്പിൽ ആയിട്ടില്ല, അവർക്ക് ഗ്രൂപ്പിലേക്ക് വരാനുള്ളവരാണ്. ജോർജ് സാറിന് അദ്ദേഹം ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോയിച്ചേട്ടൻ ഏറ്റവും ദൂരെ നിന്ന് വന്നിരിക്കുന്നതാണ്. ജോയിച്ചേട്ടനാണ് രാജാക്കാട് വന്നിരിക്കുന്നതാണ്. രാജാക്കാട് നിന്ന് വന്നതാണ് അദ്ദേഹം. ഈ വാടോത്തിൽ ജോയ് വാടോത്തിൽ അദ്ദേഹം ഈ നാട്ടുകാരനാണ്. ഏതായാലും അവിടെ പോയി സെറ്റ് ചെയ്ത് ഈ ഗ്രൂപ്പിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ശാന്തമ്മ ഞാൻ പറയാറുണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഇടുക്കിയുടെ വാനമ്പാടിയും ഈ കോകിലം എന്നൊക്കെ ഞാൻ പറഞ്ഞ് വളരെ ആക്റ്റീവായിട്ടുള്ള ശാന്തമ്മയെ ഞാൻ രേണുമാണ് എപ്പോഴും ഗ്രൂപ്പ് നിലനിർത്തുന്നത് വേണമെങ്കിൽ പറയാം. ഇടയ്ക്ക് പിടിച്ച് കുലുക്കുകയോ അടിക്കുകയോ വലിച്ച് അടിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് രേണുവിനെ ഞാൻ അന്നക്കുട്ടി പറയാനുള്ളത്. അന്നക്കുട്ടിയും ഇതുപോലെ തന്നെ വളരെ സജീവമായിട്ട് ഗ്രൂപ്പ് കൊണ്ടുനടക്കുന്ന ആളാണ്. അന്നക്കുട്ടിയെ സജീവമായിട്ട് ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സിസിലി ചേച്ചി വന്നപ്പോൾ മുള്ളലിരിക്കുമ്പോൾ എന്താ ചെയ്യാൻ പാടില്ല, ഇതാണോ രീതി? ഇതിനാരോ വന്നതാണ് പുള്ളിക്കാരി വന്നപ്പോൾ മുള്ളലിരിക്കുമ്പോൾ അങ്ങോട്ടോടണം ഇങ്ങോട്ടോടണം, അത് വേണം, അങ്ങനെ വേണം. അതാണ് എനർജറ്റിക്കാണ്. 70 എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അതിശയിക്കും. എൻ്റെ പറഞ്ഞ 70 ഞാൻ കുട്ടി ചേച്ചിയെ പിന്നെ മോനെ സ്വാഗതം ചെയ്യാം. ഇതിനൊക്കെ ഉപരിയായിട്ട് ഞാൻ സ്വാഗതം ചെയ്യാനായിട്ട് ഒരാളെ ആഗ്രഹിക്കുന്നത് നമ്മുടെ സിജോ തന്നെയാണ്. സിജോ അനക്കുട്ടി ചേച്ചിയുടെ ഒരു മോനാണ്. ചെറുപ്പന്മാരെ അറിയുന്നതാണ്. ഇവിടെ വെച്ചാൽ കണ്ടത്, ജസ്റ്റ് കണ്ട് പരിചയപ്പെടുകയത് അനക്കുട്ടി ചേച്ചി. സിജോ എൻ്റെ ഒരു സുഹൃത്താണ്. അതെ, 60 അദ്ദേഹം ചാനൽ നമ്മുടെ പരിപാടിയൊന്നും പഠിച്ച് ചാനലാക്കി ഗ്രൂപ്പിലിടാവുന്ന ആളാണ്. വഴിയാത്രയിലാ. അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അചഞ്ചലനായ, ധൈര്യമുള്ള, നേരിട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പത്രപ്രവർത്തകന്റെ റോള് നന്നായിട്ട് ചെയ്യാൻ കഴിവുള്ള സിജോ എന്ന് പറയുന്ന ഞങ്ങൾ കുറച്ച് നാളായിട്ടുള്ള ബന്ധപ്പെട്ടെങ്കിലും ഞങ്ങളുടെ ആ ബന്ധം ആഴത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം എന്ത് കാര്യം ചങ്കൂറ്റത്തോടുകൂടി പറയാൻ, എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഉടനെ തന്നെ എന്നെ വിളിക്കും, സാർ എന്താണ് ഇങ്ങനത്തെ കാര്യം നമുക്ക് ചെയ്യാം. എനിക്കൊരു സമയമില്ലായ്മ കൊണ്ട് മാത്രമാണ്. അത് ഞാൻ സിജോടൊപ്പം യാത്ര ചെയ്യേണ്ട ആളാണ്. എനിക്ക് സിജോയുടെ ചില ഐഡിയയും എൻ്റെ ഐഡിയയായിട്ട് ഒത്തു പോകുന്നതാണ്. ഞങ്ങൾ ഇടയ്ക്കിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സമയക്കുറവുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. സിജോ വളരെ നമ്മോടൊപ്പം ഉണ്ടാകും. 60 നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകും. എവിടെ എന്ത് കാര്യത്തിനുണ്ടെങ്കിൽ സിജോയുടെ നമ്പർ മേടിക്കാം, സിജോയെ വിളിക്കാം. എവിടെ എന്തുണ്ടായാലും അവിടെ വരികയും അന്വേഷിക്കുകയും പത്രമാധ്യമത്തിലൂടെ അത് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും എല്ലാവരോടൊപ്പം നമ്മളൊപ്പം എപ്പോഴും ഉണ്ടാകും. സിജോയെ ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. ഞാൻ അല്ലല്ല അതെ സാർ ഞെക്കി കൊടുത്തു.
ഞങ്ങൾ നമുക്ക് രണ്ടുപേർ കൂടെ സാറ് യു കം നമ്മളെല്ലാവരും കൂടെ കൂടി അപ്പോൾ ഇനി അധ്യക്ഷ പ്രസംഗമല്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ, അതായത് അധ്യക്ഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത്, എന്നെ എല്ലാവർക്കും ഇനി പരിചയപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല. എൻ്റെ പേര് രാജൻ വർഗീസ് എന്നാണ്. 23-ലാണ് എനിക്ക് പെട്ടെന്നൊരു നിമിഷം തോന്നിയ ഒരു ഐഡിയ ആണ്. അത് ഇങ്ങനെ വിപുലമാകുമെന്നോ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഫേസ്ബുക്കിൽ ഒരു 50,000 പേര് മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം ഫേസ്ബുക്കിൽ വന്നിട്ട് അതിൽ തന്നെ നിൽക്കാനും അതിൽ പോസ്റ്റുകൾ ഇട്ട് പോകുന്ന കുറേ വിഭാഗമാണ്. പക്ഷെ അതിൽ നമ്മൾ എത്ര പോസ്റ്റ് ഇട്ടാലും നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ ആർക്കും വലിയ താല്പര്യമില്ല. അവരെ നമ്മൾ മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് കൂടാതെ എല്ലാ ജില്ലകളിലും ഓരോ ഗ്രൂപ്പായിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. അതിൽ കാസർഗോഡ് മാത്രം മെമ്പേഴ്സ് കുറവായതുകൊണ്ട് അത് കണ്ണൂരുമായിട്ട് യോജിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ 13 ജില്ലകളായിട്ടാണ് ഇപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നന്നായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നു. എല്ലാ ഗ്രൂപ്പിലും ഓരോ കൂട്ടായ്മകൾ കഴിഞ്ഞു. ഇതാണ് ലാസ്റ്റ്. അതിന് മലപ്പുറമുണ്ട്. അതുകൊണ്ട് മലപ്പുറം നമ്മളൊന്ന് മാറ്റി വെച്ച് ഡേറ്റ് മോഡറേറ്റർക്ക് സുഖമില്ലാതെ മലപ്പുറത്തെ ആ ഡേറ്റ് ഒന്ന് മാറ്റിയതുകൊണ്ടാണ് താമസിച്ചത്. അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോകേണ്ടതാണ് 27. അപ്പം ഇതാണ്, അങ്ങനെ വരുമ്പോൾ ഇതാണ് ലാസ്റ്റ്. ഇതോട് കഴിഞ്ഞാൽ ഒരു തവണ ഉള്ള ആ ഒരു കൂട്ടായ്മ എല്ലായിടത്തും കഴിഞ്ഞു. ഇപ്പൊ രണ്ടാമത് തുടങ്ങിയിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും രണ്ടാമത് മെയ് മുതൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ കൂട്ടായ്മകൾ നടക്കുന്നുണ്ട്. ഇത് കൂടാതെ ഈ വാട്സാപ്പിൽ നന്നായിട്ട് എല്ലാവരും പരസ്പരം സംവദിക്കുന്നുണ്ട്. പരസ്പരം സംവദിക്കുന്ന നമുക്ക് ഇവിടെ എവിടെ അറിയാം, രേണുമാർട്ടിനൊക്കെ അറിയാം. അവരൊക്കെ രാവിലെ മുതൽ വാട്സാപ്പിലാണ്. അപ്പോൾ സമയമുള്ളവർക്ക് നമ്മളിത് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ ഈ കേരള സീനിയർ സിറ്റിസൺ ഗ്രൂപ്പിന്റെ ഉദ്ദേശം തന്നെ മറ്റൊന്നുമല്ല. ഈ വീടുകളിൽ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് അപ്പനും അമ്മയും ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ അപ്പൻ ഒറ്റയ്ക്കായിരിക്കും, അമ്മ ഒറ്റയ്ക്കായിരിക്കും. ഇനി വീടുകളിലല്ലാതെ അപ്പൊ നമുക്ക് വയനാട്ടിൽ ഇന്നലെ ഞാൻ വിളിച്ച് സംസാരിച്ച ഒരു ജോൺ ചേട്ടനുണ്ട്. ആ ജോൺ ചേട്ടൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലാണ് കിടക്കുന്നതെന്നുണ്ട്. ഇപ്പോൾ അവിടെ എന്തോ ഒരു കാലിന് എന്തോ പ്രശ്നമായിട്ട് അവിടെ കിടക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്നെ വിളിക്കാനും പറയാനും സംസാരിക്കാനും ആരും ഇല്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുണ്ട്, ഞാനും നമ്മുടെ ശാന്തി മേഡം ഉണ്ട്. ശാന്തി മേഡം ഞങ്ങളുണ്ട്, നിങ്ങളെ വിളിക്കാനും സംസാരിക്കാനും ഒക്കെ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഗ്രൂപ്പിൽ വരിക, നിങ്ങൾക്ക് തോന്നുന്ന ഒരു പോസ്റ്റ് ഗ്രൂപ്പിലേക്ക് ഇടുക. എന്തോ ആയിക്കോട്ടെ, വോയിസ് ആയിക്കോട്ടെ, ഇനി അവിടെ കിടക്കുന്ന കാണുന്ന ഒരു പടമായിക്കോട്ടെ, എടുത്ത് ഗ്രൂപ്പിൽ ഇടുക. അപ്പോൾ വോയിസ് ആണെങ്കിൽ അതിന് മറുപടി പറയാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതിന് സംഭവിക്കുന്ന ജില്ലാ തലത്തിലായതുകൊണ്ട് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലായിടത്തും വരാൻ പറ്റില്ല. അങ്ങനെ വിഷയമാണ്. അപ്പോൾ വയനാട്ടിൽ ഗ്രൂപ്പിലുള്ളവർക്കേ പറ്റുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഈ അവിടെ കൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ട് വയനാട്ടിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, കൃഷിക്കാരെ നിങ്ങൾ എന്തെങ്കിലും കൃഷിയുടെ പോസ്റ്റ് എടുത്തിടുക, ഗ്രൂപ്പിനെ ആക്റ്റീവ് ആക്കുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും സമയം പോകും. ഈ വെറുതെ ഇരുന്ന് ബോറടിക്കുന്ന ആ ഒരു സമയം പോകും. അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രായമായവർക്ക് സന്തോഷം കൊടുക്കുക, മെയിൻ ഉദ്ദേശം അതാണ്. ഈ 60 വയസ്സ് കഴിഞ്ഞവർക്ക് സന്തോഷം കൊടുക്കുക. ഈ 60 വയസ്സ് കഴിഞ്ഞവരെന്ന് പറയുമ്പോൾ ഞാനിത് തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലെ ഐഡിയ 50 കഴിഞ്ഞവരല്ല വരട്ടെ എന്നായിരുന്നു. അപ്പൊ ആ സമയത്ത് 2023 ഞാനിത് തുടങ്ങിയ ശേഷം, ഞാൻ സൗദിയിലായിരുന്നു, അവിടെ വെച്ച് ഇത് തുടങ്ങിയ ശേഷം ഞാൻ 24 നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന ശേഷമാണ് ഞാൻ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊന്ന് കയറി നോക്കുന്നത്. അപ്പൊ അതിനകത്ത് 25,000 പേരോളം വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ജോയിൻ ആയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കിടക്കുന്ന കമന്റ്, ഇതിന്റെ അഡ്മിൻ ഇത് തുടങ്ങിയിട്ട് എവിടെ പോയി വിളിച്ചിരിക്കുന്നത്, എന്താണ് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാത്തത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറെ കംപ്ലൈൻറ്റ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞു അഡ്മിൻ വിളിച്ചൊന്നും ഇരിപ്പില്ല, ഞാൻ ഇപ്പൊ തന്നെ നമ്മളിത് ആക്റ്റീവ് ആകുകയാണെന്ന് പറഞ്ഞ് അപ്പോഴും മുതൽ ഞാൻ വീണ്ടും ആക്റ്റീവായി. അപ്പോൾ അതിൻ്റെ സിസ്റ്റം ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തു. അഡ്മിൻ അപ്രൂവൽ ചെയ്താലേ കയറാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള സിസ്റ്റത്തിലേക്കൊക്കെ ആക്കി. അപ്പോൾ എന്നോട് ഇത് എറണാകുളത്തു നിന്നൊരു മാഷ് വിളിച്ച് പറഞ്ഞു, സാറേ ഇതുപോലൊരു സംഭവം ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ പോയാൽ പോലെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കേണ്ട, ഞാനും ഒറ്റയ്ക്ക് കഴിയുന്ന ഒരാളാണ്, മോഹൻദാസ് എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കി എടുക്കുക. അങ്ങനെ പറഞ്ഞ് ആദ്യം നമ്മുടെ അഡ്മിൻസിൽ വേറെ പലരും ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിലേക്ക് വന്നവരുടെയൊക്കെ ഉദ്ദേശം പലരുടെയും ആദ്യം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഉദ്ദേശം അവരുടേതായ രീതിയിൽ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുക, അതാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് മനസ്സിലായപ്പോൾ അവരെയൊക്കെ ഞാൻ മാറ്റിയിട്ടാണ് ഇപ്പോൾ നമുക്ക് 7 പേരുണ്ട് അഡ്മിനായിട്ട്. ഒന്ന് കോഴിക്കോട് റിട്ടയർഡ് ജഡ്ജി കൃഷ്ണൻകുട്ടി സാറുണ്ട്, പിന്നെ കണ്ണൂരുള്ള ഒരു രാജീവ് മാഡം ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റർ റിട്ടയർഡ്,
പിന്നെ എറണാകുളത്ത് ഒരു ഡോക്ടർ ലേഖയുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥൻ നൗഷാദ്, പിന്നെ കൊല്ലത്ത് ശാന്തി മാഡം ഉണ്ട്, അവരും ബാങ്ക് റിട്ടയർഡാണ്, പിന്നെ ഞാനുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ളവരാണ് ഇപ്പോഴത്തെ നിലവിൽ അഡ്മിനായിട്ട്. ഇവരെ സെലക്ട് ചെയ്യാൻ കാരണം ഇവരെയൊക്കെ ഞാൻ കുറച്ച് നാളൊന്ന് ഒബ്സർവ് ചെയ്തു, ഇവരെ എന്താണ് ഉദ്ദേശിക്കുന്നത്. മറ്റവരെ പോലെ ആകരുതല്ലോ. മറ്റവരെന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് തുടങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പരിപാടിക്കാണ്. അപ്പൊ അതിലൊരാൾ നമുക്ക് ഇവിടെ തന്നെ അറിയാം, രാജു ആദ്യം മുതൽ നല്ല ആക്റ്റീവാണ്. എന്നിട്ടൊരു മുഖാമുഖം പരിപാടി, ഫേസ് ടു ഫേസ് ഒരു പരിപാടി ഉണ്ടല്ലോ നമുക്ക്, ഓരോരുത്തർ വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. അതില് രാജുവിനോട് ആരോ ചോദിച്ചു എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചറിലെ പ്ലാന്. അപ്പൊ രാജു പറഞ്ഞു നമ്മൾ കുറച്ച് 5-6 ഏക്കർ സ്ഥലം മേടിക്കുക, അവിടെ വില്ലകൾ പണിയുക, എന്നിട്ട് ഇത് വിൽക്കുക. അപ്പൊ ഞാൻ ആ മുഖാമുഖത്തിൽ അറ്റൻഡ് ചെയ്തില്ല. അപ്പൊ ഈ കൃഷ്ണൻകുടി സാർ ചോദിച്ചു, പ്രത്യേകം സ്പെഷ്യലായിട്ട് അദ്ദേഹം ചോദിച്ചു, ഇത് സ്വന്തമായിട്ടുള്ള കാര്യമാണോ പറയുന്നത് അതോ ഗ്രൂപ്പിന്റെയാണോ? ഗ്രൂപ്പില്ലാതുള്ള പരിപാടിയൊന്നും അല്ലല്ലോ, ഗ്രൂപ്പിൽ ആയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാതെ നിങ്ങൾ ഫ്രണ്ട്സാണോ എങ്കിൽ പോലും ചില കാര്യങ്ങൾ അപ്പൊ ഒരു ലേഡി നമുക്ക് റോഷൻ എന്ന് പറഞ്ഞൊരു മേഡം ഉണ്ടായിരുന്നു. ആ മേഡത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഈ കൃഷ്ണൻകുട്ടി സാർ എന്നെ വിളിച്ചു, സാർ ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചെങ്കിൽ അടുത്തതിന് ചോദിക്കാമോ എന്ന് വേറെ ആയിരിക്കും, അതുകൊണ്ട് അത് ഒരിക്കലും അനുവദിക്കരുത്. അങ്ങനെ ഒരു വിഷയം കൂടെ ഉണ്ടായി. ഈ 2 കാര്യത്തിൽ പിന്നീട് രാജുവിനെ നമ്മൾ മാറ്റും. കാരണം ഈ വാഴക്കുളത്തെ തന്നെ ഒരു ചിട്ടിപ്പണ്ടിന്റെ കാര്യം പറഞ്ഞൊരു വിഷയം ഉണ്ടായപ്പോൾ രാജുവിനെ നമ്മൾ മാറ്റി. അപ്പൊ നമുക്ക് മനസ്സിലായി രാജു ശരിയല്ല, ഗ്രൂപ്പിന് പറ്റിയതല്ല. രാജു വ്യക്തി നല്ലതാണ് പുറമേ, പക്ഷെ ഗ്രൂപ്പിന് പറ്റിയതല്ല. അങ്ങനെ പിന്നെ വേറൊരു കോതമംഗലംകാരൻ ഒരു ഔസേപ്പ് ഉണ്ടായിരുന്നു, ഔസേപ്പ് ദേവസി. അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് പ്ലാനുമായിട്ട് വന്നു. പിന്നെ ഓസ്ട്രേലിയയിലുള്ള ഒരു തിരുവല്ലം ഭാസി എന്ന് പറഞ്ഞ തിരുവനന്തപുരക്കാരൻ, അദ്ദേഹം വന്നു. അദ്ദേഹത്തിന്റെ വൈഫ് ഈ IITS ക്ലാസ് എടുക്കുന്നു. അപ്പൊ ആ ഒരു രീതിയിലേക്ക് അവർ ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ വരുന്ന ഇപ്പൊ ആ ഉള്ളവരെല്ലാം ഓരോ രീതിയിൽ അവനവന്റെ കാര്യത്തിന് വേണ്ടി വന്നവരാണ്, അല്ലാതെ പ്രായമായവരെ നോക്കാൻ, അവർക്ക് സന്തോഷം കൊടുക്കാൻ, അവരുടെ കാര്യങ്ങൾക്കും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ എല്ലാം മാറ്റിയിട്ടാണ് പിന്നെ ഇപ്പൊ ഈ ഉള്ളവരെയെല്ലാം നമ്മൾ അഡ്മിൻ പാനലിലാക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ വാട്സാപ്പ് വഴിയുള്ള ചാറ്റിങ്, അതുവഴി സന്തോഷം കിട്ടുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, അയ്യോ ഞാൻ നേരത്തെ ഏറ്റവും വലിയ ഉദാഹരണം ഡോക്ടർ ലേഖ, എറണാകുളത്തെ ലേഖ മാഡം പറയുന്നത് എനിക്ക് ഒത്തിരി വ്യത്യാസം വന്നവിടെ. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞ് ഞാൻ വളരെ വിഷമത്തിലായിരുന്നു. ഈ ഗ്രൂപ്പിൽ കയറി കഴിയുമ്പോൾ എനിക്ക് പിന്നെ സമയം കിട്ടുന്നില്ല, എപ്പോഴും ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം അങ്ങനെ സന്തോഷം അനുഭവിക്കുന്നത് ഞാൻ ആലോചിക്കുന്നുണ്ട്. നല്ലൊരു കാര്യം, അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ല കാര്യം അതാണ്. ഇനി ഫ്യൂച്ചറിലെ അല്ലാതെ ഈ കൂട്ടായ്മകൾ, ഓരോ ഗ്രൂപ്പിലും കൂട്ടായ്മകൾ വെക്കുന്നുണ്ട്. അതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കൂട്ടായ്മകളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ സാധാരണ ഇതേപോലെയല്ല, വലിയ വലിയ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കൊല്ലംകാരൊക്കെ 1000 രൂപ പെർ ഹെഡ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വോട്ടിങ് അങ്ങനെയുള്ള. ഇപ്പം അടുത്ത് പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പം രണ്ടാമത്തെ ഒരു കൂട്ടായ്മ ചെയ്യാൻ പോകുന്ന നല്ലൊരു കാര്യമാണ്. അവർ പ്ലാൻ ചെയ്തു പത്തനാപുരത്ത് ഗാന്ധി ഭവൻ സന്ദർശിക്കുക, പ്രായമായവരെ പോയി സന്ദർശിച്ച് ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കുക. അവർക്ക് എല്ലാവരുടെയും കയ്യിൽ നിന്ന് 1000 രൂപ ഉള്ളതുപോലെ തരാം. അപ്പൊ അതിൽ തന്നെ ഒരു വ്യത്യാസം വന്നത്, അതിലൊരാൾ പറഞ്ഞു ഞാൻ 10,000 രൂപ എന്റെ വീടുമായിട്ട് ഗാന്ധി ഭവൻ കൊടുക്കാൻ. അപ്പൊ വേറൊരാൾ പറഞ്ഞു ഞാൻ 5,000 തരുന്നു. അപ്പൊ അങ്ങനെ അത് നാട്ടിലില്ലാത്ത ദുബായിലും ഒക്കെ ഉള്ളവരും ഉണ്ട്. അതിനകത്ത് അവരും ഒക്കെ അവരുടെ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുമാണ് ചെയ്യുന്നത്. അങ്ങനെ ആ പൈസയായിട്ട് അവർ നല്ലൊരു എമൗണ്ട് ആയി, അതുകൊണ്ട് ഗാന്ധി ഭവനിൽ കൊണ്ട് കൊടുക്കുക. അത് നല്ലൊരു ഐഡിയയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പൈസയുടെ ബുദ്ധിമുട്ടുള്ളവരും കൂട്ടായ്മ വെക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൂട്ടായ്മ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു വീട് എടുക്കുക. ഇതിപ്പോൾ നമുക്ക് വിൻസൻ മാഷിന്റെ ഇതായതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രശ്നം വന്നില്ല. മറ്റുള്ളവർക്ക് ഹോളൊക്കെ എടുക്കാൻ പോകുമ്പോൾ നല്ലൊരു വാടക വരും. അപ്പൊ അത് ഒഴിവാക്കിക്കൊണ്ട് ആരെങ്കിലും വീട്ടിൽ ഇത് സെറ്റ് ചെയ്യണം. കാരണം അത്രയും പൈസയുടെ ഭാരം ലഘൂകരിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും അഡ്വൈസ് കൊടുക്കാറുണ്ട്. അപ്പൊ ആ രീതിയിൽ എല്ലാവരെയും കൂടെ ഒന്നിച്ച്, ഇപ്പൊ നമുക്കറിയാം 60 വയസ്സ് കഴിഞ്ഞ ഒരു പെൻഷൻ കിട്ടുന്ന നല്ലൊരു വിഭാഗം ഉണ്ടായിരിക്കാം, അല്ലേ? അല്ലെങ്കിൽ ഇതേപോലെ വിദേശത്തൊക്കെ ഉള്ളവരുണ്ട്. അവർക്കൊന്നും വലിയ വിഷയം വരികയില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക. എന്നാൽ സമൂഹത്തിൽ താഴേക്കടയിലുള്ള വരുമാനം ഇല്ലാത്ത കുറേ പേരുണ്ട്. അപ്പൊ ഇവരെല്ലാം ഒന്നിച്ച് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ പ്ലാൻ ചെയ്യണം. അതിന് പ്രശ്നമല്ല, ഉള്ളതുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഇല്ലാത്തവരുടെ നിന്ന് അതുപോലെ മേടിക്കുക. അങ്ങനെ എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. ഇനി ഫ്യൂച്ചറിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യണമെന്നത് ഒരു സംഘടന ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നമുക്ക് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ ആ ആനുകൂല്യങ്ങളൊക്കെ മേടിച്ച് അർഹതപ്പെട്ടവർക്ക് അത് കൊടുക്കുക. അങ്ങനെയുള്ള പല പരിപാടികളും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് സംഘടനയുടെ ഇപ്പോഴത്തെ പ്രവർത്തന രീതി. ഇനി ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ടാകാം, നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളുണ്ടാകാം, അത് നിങ്ങൾ ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ അതെല്ലാം ഞാൻ പറയാം. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ
തൽക്കാലം ഉപസംഹരിക്കുക. ന്യൂയോർക്കിലാണ് താമസം. ഒരു 87 എടുത്ത് പോയതാണ്. ഇപ്പോൾ റിട്ടയറായി. റിട്ടയർമെൻറ്റ് ലൈഫാണ്. അപ്പം കുറേ കാലം നാട്ടിൽ വന്നിരിക്കും, 2 മാസമൊക്കെ. അത് കഴിഞ്ഞിട്ട് ഭാര്യയും പിള്ളേരൊക്കെ അവിടെ തന്നെയാണ്. ഈ റിട്ടയർമെൻറ്റ് ലൈഫ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആദ്യമായിട്ട് എനിക്കിങ്ങനെ ഒരു അവസരം തന്ന എല്ലാത്തിൻ്റെ സംഘടന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു. ഈ റിട്ടയർമെൻറ്റ് ലൈഫിൽ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി എങ്ങനെയാണ് സന്തോഷകരമാക്കണമെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ പല ബുക്കുകളൊക്കെ വായിച്ചു. അപ്പോൾ ഈയിടെ രസകരമായിട്ടൊരു ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തു, മൈൻഡ് പവറിൻ്റെ. അപ്പോൾ അതിനകത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാ 1000 വർഷം ജീവിക്കാൻ കഴിയും എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് 1000 വർഷം ജീവിക്കാൻ കഴിയുന്നത്? 60 വയസ്സായി, കയ്യും കാലിൻ്റെയൊക്കെ ബലം കുറഞ്ഞു തുടങ്ങി, ഷുഗർ കൊളസ്ട്രോൾ എല്ലാം വന്നു. ഇപ്പോൾ പറഞ്ഞു ഈ 1000 വർഷം ജീവിക്കണമെങ്കിൽ ഇപ്പം മഹാത്മാഗാന്ധി എത്ര വർഷങ്ങളായി, എന്നാലും പുള്ളി ഇപ്പോൾ ജീവിച്ചിരിക്കുകയല്ലേ. മനുഷ്യൻ്റെ ഹൃദയങ്ങളിലല്ല. മനസ്സിലായോ? അപ്പം മനുഷ്യർക്ക് സേവനം ചെയ്യുക, നന്മ ചെയ്യുക, ത്യാഗങ്ങൾ ചെയ്യുക. അപ്പം നമ്മൾ ഓർത്തില്ല. നമ്മൾ റിട്ടയർമെൻറ്റ് എടുത്തിട്ട് കാശും മേടിച്ച് പോക്കറ്റിട്ട് പുട്ട് മേടിച്ചിട്ട് കൊളസ്ട്രോളും ഷുഗറിനുള്ള മരുന്നും കഴിച്ച് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ആരും ഓർക്കത്തില്ല. ഈ പിള്ളേരും ഒരു ഓർക്കില്ല. പിള്ളേർക്ക് മറ്റുള്ള മനുഷ്യർക്ക് ഉപകാരമുള്ള ഒരു ജീവിയായി നമ്മൾ ജീവിക്കുക. അപ്പോൾ നമുക്ക് വർഷങ്ങൾ ജീവിച്ചിരിക്കാൻ പറ്റും. മക്കളായാലും തന്നെ, സ്വന്തക്കാരാണെങ്കിലും അയൽവക്കക്കാരാണെങ്കിലും ആരാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എത്രമാത്രം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരു ജീവന് ഉപകാരം ഉണ്ടാകുന്നു, അത്രയും കാലം നമുക്ക് കൂടുതൽ ജീവിക്കാൻ പറ്റും. പക്ഷേ ഫിസിക്കലി അല്ല. മഹാത്മാഗാന്ധി ഇപ്പോൾ ഫിസിക്കലി ജീവിച്ചിരിപ്പില്ലല്ലോ. പക്ഷെ ആരാണ്? എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ലോകം മുഴുവൻ ഉള്ള മനുഷ്യരിലുണ്ട്. ഇവൻ ഒബാമ പോലും മഹാത്മാഗാന്ധിയുടെ പുസ്തകങ്ങൾ വായിച്ച് അതിൻ്റെ ആരാധകനാണ്, ഇല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ലോകത്തിലുള്ള എല്ലാവരും വായിക്കുന്നത്. അപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിൽ സന്തോഷമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മാക്സിമം നമ്മളെ കുട്ടികൾ ഉപകാരം ചെയ്യുക. എന്താ പറയുക, ഈ ഋഷികളൊക്കെ പറയില്ല, മാധവസേവ അല്ല മാനവസേവ മാധവസേവ. മാനവസേവയാണ് മാധവസേവ. ദൈവത്തെ സേവിക്കുക. മാധവൻ എന്ന് പറഞ്ഞ ദൈവം അല്ലേ? അപ്പോൾ മാനവനെ സേവിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതുകൊണ്ട് ഇപ്പം നമ്മൾ ബൈബിളിൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ പറയും, ആദ്യത്തെ ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ കൊണ്ടുപോയി വിട്ടിട്ട് ദൈവം പറഞ്ഞൊരു ഡയലോഗുണ്ട്. ദൈവം പറഞ്ഞു, ഏദൻ തോട്ടം സംരക്ഷിക്കാനും കൃഷി ചെയ്യാനും പറഞ്ഞത്. അല്ല, നീ അവിടെ പോയി ഏദൻ തോട്ടത്തിൽ പച്ചക്കറി പഴങ്ങളും തിന്ന് ജീവിക്കാനല്ല പറഞ്ഞു, സംരക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ ചുമതലയാണ്. റിട്ടയർ ആയത് കാരണം ഇനിയിപ്പോൾ എനിക്കിതൊന്നും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു നമ്മളാരും ഇരിക്കേണ്ട ആവശ്യമില്ല. അതും ചെയ്യാം. മനുഷ്യരെ സഹായിക്കണം, അതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കണം. അതാണ് എന്നെ പറയില്ലേ, അതിൻ്റെ ചില നേരുടെ ഡയലോഗുകളുണ്ട്. വീണപ്പോൾ താങ്ങിയവൻ നിന്നിലുള്ള ദൈവത്തെ കാണിച്ചു തന്നതാണ്. അപ്പം നമുക്ക് ഒരു മനുഷ്യന് വീഴ്ച പറ്റിയാൽ അവനെ സഹായിക്കുമ്പോഴേ നമുക്ക് അവനിൽ ദൈവത്തെ കാണാൻ പറ്റുള്ളൂ. നമുക്കൊരു തട്ടുകേട് പറ്റി കഴിയുമ്പം എല്ലാവരും കൂടെ പാരപെടുത്തുന്നവരുണ്ടല്ലോ, വീണ് പോയി. അങ്ങനെയല്ല, ദൈവത്തെ കാണുമ്പോൾ വീണവൻ സഹായിക്കുമ്പോഴാണ്. വീണപ്പോൾ സഹായിച്ചവനാണ്. അപ്പോൾ റിട്ടയർ ചെയ്ത എല്ലാവർക്കും മാക്സിമം ഈ പ്രകൃതിയോടും ഈ പ്രപഞ്ചത്തോടും മനുഷ്യരോടും മാക്സിമം നന്മ ചെയ്യാൻ കഴിയട്ടെ. അങ്ങനെ നിങ്ങൾ 1000 വർഷങ്ങൾ ജീവിച്ചിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നന്നായി പോകട്ടെ. വേണ്ടി ഒരു അവസരം കിട്ടുന്ന വിൻസെന്റ് സാറ്, പിന്നെ ഒരുപാട് ഇവരൊക്കെ ഗ്രൂപ്പിലാണ്. ഞാൻ എല്ലാവരും ഫേസ് ടു ഫേസ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരാളെ പോലും ഇതിനു മുമ്പ് ഫേസ് ടു ഫേസ് കണ്ടിട്ടില്ല. പക്ഷേ ഗ്രൂപ്പിൽ എല്ലാവരും ആക്റ്റീവാണ്. രേണുമോടൊക്കെ വളരെ ആക്കുന്നത്, അതുപോലെ ശാന്തം മേഡം ഇവരെല്ലാം ഗ്രൂപ്പിലൊരു ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഉറപ്പുണ്ട് ഈ ഗ്രൂപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ അതിന് ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി എനിക്ക് വളരെ സമയക്കുറവുണ്ട് എനിക്ക് ജോലി സംബന്ധമായിട്ട്. എങ്കിൽ തന്നെ ഉള്ള സമയത്തൊക്കെ ഞാൻ മാക്സിമം ഗ്രൂപ്പിൽ കയറി നിങ്ങൾ സഹകരിക്കുന്നതായിരിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാവിധ സഹകരണങ്ങളും നിങ്ങളൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. പല എന്നെ ഞാനൊരു സംരംഭത്തിൽ ആക്ച്വലി ഒരു ടീച്ചറായിരുന്നു. ഞാൻ ടീച്ചറാണ്. എപ്പോഴും സർവീസിൽ ചെറിയ സർവീസ്, ടീച്ചിങ് സർവീസ് നടക്കുന്നുണ്ട്. അത് ഹാപ്പിയാണ്. കാരണം വെച്ചാൽ ഡു യുവർ വർക്ക് ആസ് യു ക്യാൻ. നിങ്ങൾ കഴിയുന്നിടത്തോളം ജോലി ചെയ്യുക. ഇപ്പം അവസാനം പറയുന്നത് നമ്മളിപ്പം മറ്റുള്ളവർക്ക് സർവീസ്
വി ആർ നോട്ട് മൈൻഡിങ് അബൌട്ട് ദർ ഫീസ് ടു മച്ച്. നമ്മളൊരു സർവീസ് ഇപ്പോൾ പല പിള്ളേരും ഇപ്പോൾ ജേക്കബ് സാറാണെങ്കിലും എൻ്റെ ഫ്രണ്ട് വിൻസൻ സാറാണെങ്കിലും ചില പിള്ളേർ ഫിനാൻഷ്യലി ബാക്കിലായിരിക്കും. ബട്ട് ദേ ഡോണ്ട് മൈൻഡ്, ദേ ആർ സേയിങ് ദേ വിൽ കം ആൻഡ് സ്റ്റഡി വെച്ച് ആ ഫീസ് അനുസരിച്ചൊക്കെ വാങ്ങിക്കാറുള്ളൂ. അതൊരു സർവീസായിട്ട് ഞാൻ കാണുന്നത്. സർവീസ് സർവീസ് അയമോളസോ എന്നോട് പലരും ചോദിക്കുക 4 ഇതിലേക്ക് പോകുമ്പോഴേക്കും അതിലേക്ക് പോകുന്ന സർവീസ്. ഇപ്പോൾ നമ്മൾ സർവീസിനെ പറ്റി പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് ചെയ്തിരുന്ന ജോലിയാണ്. ചെല്ലുമ്പോൾ അവിടെ ചെന്നെത്തുക എന്നുള്ള ചെറിയൊരു ഇതുണ്ട്, അത്രേ ഉള്ളൂ. അത് കറക്റ്റ് ദിവസം നല്ലതാണ്. ഞങ്ങൾ വഴി പല കുട്ടികളും ഔട്ട്സൈഡ് പോയിട്ടുണ്ട് സാറേ. വലിയ മേജർ ജോബായിട്ടല്ല നമ്മളിപ്പോൾ ടീച്ചിങ് നേഴ്സസ് ഡ്യൂട്ടിക്ക് ഇസ്രായേലിൽ പോയിട്ടുണ്ട്. ജേക്കബ് സാറിനോട് ചോദിച്ചാൽ അറിയാം. ഇറ്റലി, ജർമ്മനി, ഈ വിതിൻ 1 week മൂവിങ് ടു ഇറ്റലി. ജേക്കബ് സാറിന് സെഷൻ ആധാർ പറഞ്ഞനുസരിച്ച് പോകുന്നുണ്ട്. ഇതൊക്കെ നല്ലൊരു സർവീസായിട്ടേ കാണുന്നത്. ഇപ്പോൾ കേരള ഈ ഗ്രൂപ്പിൻ്റെ പേരെന്താ? കേരള പെൻഷൻ കേരള സീനിയർ സിറ്റിസൺ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് ഇടുക്കി ഏരിയയിൽ പോയിന്റ് ഔട്ട് ചെയ്താൽ എല്ലായിടത്തും സാർ ഓൾ ഡിസ്ട്രിക്റ്റ് നല്ലതാണ്. മെമ്പേഴ്സ് വർക്ക് ഹിയർ വെരി ഗുഡ്. അതെല്ലാവരും നല്ല സർവീസുകളാണെങ്കിൽ തോന്നുന്നു. ബൈ സീയിങ് യുവർ ഫേസ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഓൾസോ റെഡി ടു ഡു വെരി സർവീസ് ഫോർ അതേഴ്സ്. ദാറ്റ് ഓൾസോ ഗുഡ്. ദാറ്റ് വി ആർ എക്സ്പെക്ടിങ്. ആൻഡ് അപ്പോൾ രാജ് സാർ നമ്മൾ ഒരു മോണിറ്ററി ബെനിഫിറ്റ് വി ആർ നോട്ട് എക്സ്പെക്ടിങ്. ഞാനത് ലിസൺ ചെയ്തത് ഡ്യൂറിങ് ദ ഡിസ്കഷൻ ടൈം ഹി ടോൾഡ് ദാറ്റ് ഒത്തിരി 4-5 മെമ്പേഴ്സിനെ ഡിസ്കാർഡ് അതിനകത്ത് മാറ്റി ഡിലേറ്റ് ചെയ്ത് കൊടുത്താൽ അതിന് കാരണം ദേ വർ ഹാവിങ് പ്രൈവറ്റ് മോട്ടീവ്. അത് ശരിയല്ല. പ്രൈവറ്റ് മോട്ടീവ് മണി വേണം, ക്യാഷ് ഇല്ലാതെ പറ്റില്ല സാറേ. എന്നാലും അതിന് തന്നെ ആയിട്ട് വരുമ്പോൾ ശരിയാവില്ല. എനിവേ ദിസ് സോർട്ട് ഓഫ് സർവീസ് ഗോഡ് I shall try my level best to join here for this program at home. Also, I have got different program, this kind of class as well as journey. യാത്രകളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ നോക്കട്ടെ സാർ. ജസ്റ്റ് ഒരു ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. നോക്കി ജേക്കബ് സാറിൻ്റെ സാറൊക്കെ ഉള്ളതുകൊണ്ട് അതെങ്ങനെയാണ് പോകുന്നു. ആഫ്റ്റർ ഓൾ മിസ്റ്റർ ജോസ് പറഞ്ഞിട്ട് ആക്ച്വലി ഈസ് മൈ not neighbor, close neighbor, but neighbor. Years back I know Mudendra family. Mudendra നമ്മൾ മറന്നുപോയാണ്. മുണ്ടഞ്ചിറ ഫാമിലിയെ പറ്റി എൻ്റെ ഫാദർ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പഴയ ഫാമിലി മെമ്പേഴ്സാണ്. എനിവേ യു ആർ ഡൂയിങ് എ ഗുഡ് സർവീസ് ടു what I heard you are giving an education in USA for what mother tongue മലയാളം ഭാഷ ഒന്ന് റിവൈവ് ചെയ്ത് കൊണ്ടുവരിക. വെരി ഗുഡ്. യുവർ പ്ലാനിങ് സ്കൂൾ. പലരും മലയാളം മറന്നുപോയി സാർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എക്സാമ്പിളാണ് അരിയും അറിയും എന്ന് പറയുമ്പോൾ അരിയും ഡിഫറെൻറ്റ് മീനിങ്ങാണ്. മേടിച്ചു അരിയും എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ സാറ് കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും താങ്ക്സ് എ ലോട്ട്. ഓക്കെ. ഒറിജിനൽ പേര് ഡൊമിനിക് ജോർജ് എന്നാണ്. പക്ഷെ എല്ലാവരും വിളിക്കുന്നത് ജോയി എന്നാണ്. ഞാൻ ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും അടുത്ത നിലയിൽ ഒരു ബേക്കറി കം കോഫി ഹൗസ് നടത്തുന്ന ആളാണ്. ഇപ്പോൾ 39ാമത്തെ വർഷത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് സാറിനെ എന്നെ അറിയാം. പിന്നെ ഞാൻ അവിചാരിതമായിട്ടാണ് ഈ ഗ്രൂപ്പിലേക്ക് വിൻസൻ മാസ്റ്ററിനെ ഇതിലേക്ക് ആഡ് ചെയ്തത്. ഇതുവരെ ഞാൻ വൈകുന്നേരങ്ങളിൽ ഇവിടെ കുറച്ച് പേരുടെ ഒരു കൂട്ടായ്മ സംവാദമൊക്കെ ഞാൻ കയറാൻ പറ്റുന്ന സാഹചര്യം അല്ല, അതുകൊണ്ട് കയറാറുണ്ട്. പക്ഷേ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൈഫ് മാത്രമേ വീട്ടിലുള്ളൂ. ഞാൻ ചെല്ലുമ്പോൾ രാത്രി 10 മണിക്ക് ചെല്ലും. പിന്നെ മക്കൾ രണ്ടുപേരും പുറത്താണ്. അപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഏകാന്തതയാണ്. പിന്നെ അപ്പം ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ എനിക്ക് വളരെ സന്തോഷം പറയുന്നൊരു ഇതായിട്ട്. കാരണം ഓരോരുത്തരുടെ വീട്ടിലേക്ക് രസകരമായ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വർത്തമാനം പറയാനുള്ളൊരു മോട്ടിവേഷൻ ഈ ഗ്രൂപ്പ് എനിക്ക് തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. അപ്പോൾ എൻ്റെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയുള്ള ഒരു അനുഗ്രഹവും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈ ഗ്രൂപ്പിൽ നിലനിൽക്കുവാനും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള സംസാര രീതികൾ ആ ഗ്രൂപ്പിലൂടെ ഉണ്ടാകാനും വരട്ടെ. അതോടൊപ്പം തന്നെ ചെറിയതായിട്ടൊരു ട്രാവലറൊക്കെ ഞാൻ ഈ
വിനോദസഞ്ചാരം ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്. അതെ. കാരണം KSRTC ഞാനൊരു 10-14 പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ വീണ്ടും അങ്ങനെ ഇനി ഞാൻ പോകും. കാരണം ഇപ്പം ഈ മാസം 5-ാം തീയതി വൈകിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ ബ്രദറിന് പോവുകയാണ്. മോക്കൊരു കുഞ്ഞുമോളെ ഇപ്പം 2 മാസം കഴിഞ്ഞ് വരുള്ളൂ. എങ്കിൽ തന്നെ ഞാനിങ്ങനെ യാത്ര ഇഷ്ടപ്പെടും. അപ്പം ഈ ഒരു ഗ്രൂപ്പിൽ കൂടി ഒരു 1 ഡേ ടൂറൊക്കെ അറേഞ്ച് ചെയ്യാൻ എനിക്ക് നല്ല എനിക്ക് തോന്നുന്നു. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ആ. കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഒരാൾ പോയി വൈകുന്നേരം തിരിച്ചു വന്നു. നമുക്ക് ഇതൊരു എൻജോയ്മെന്റ് ആയിട്ട് മാറ്റുക. നല്ലൊരു അനുഭവമാണ്. കാരണം ഞാനിപ്പോ മാക്സിമം എനിക്ക് കച്ചവടം നടക്കുന്ന ടൈം ചെയ്യുന്നത്. കാരണം രാവിലെ 9 മുതൽ 2 മണി വരെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കച്ചവടം നടക്കുന്ന ടൈമാണ്. എങ്കിലും കുറെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാനൊക്കെ വഴിയുണ്ട്. എങ്കിൽ തന്നെയും നിങ്ങളെയൊക്കെ കാണാനും അത് പരിചയപ്പെടാനും എനിക്ക് വലിയൊരു ആഗ്രഹം പോലെ ശബ്ദത്തിട്ട് വന്ന് കയറി വന്നത്. ഏതായാലും എല്ലാവരെയും കണ്ടതിൽ ഒരു 2 ലൈനിൽ പാടുന്നു. ചോദിച്ചേട്ടാ ഏറ്റവും ദൂരത്ത് വന്നിരിക്കുന്നത് ജോയിയാണ്. ജോയ് DC ആണ്. ദേശേരി താമസിക്കുന്നു. പിന്നെ 2 മക്കളുണ്ട്. കല്യാണം കഴിഞ്ഞാണ്. മോള് തിരുവനന്തപുരം വർക്കം. മോന് കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ വേറെയാണ്. നാം മാത്രമേ ഉള്ളൂ. ചേട്ടൻ മരിച്ചിട്ട് 12 വർഷമായി. ഇപ്പം നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. മഞ്ചേരിയിലാണ് ജോലി ചെയ്യുന്നത്. 33 വർഷം ഞാൻ ഇതിൽ സർവീസ് ചെയ്തയാളാണ്. എനിക്ക് 3 പിള്ളേര്, ഒരു ചെറുക്കനും 2 പെണ്ണും. ഒരാൾ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ് ആസാമിൽ ജോലി ചെയ്യുന്നു. ഒരാൾ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് തൊടുപുഴ ചാഴികാട് ആശുപത്രി ജോലി ചെയ്യുന്നു. പിന്നെ മകൻ പ്ലംബിംഗ് പ്രാക്ടീസ് ചെയ്ത് അവരുടെ കൂടെയാണ് ഞാൻ താമസം. എല്ലാവർക്കും കുട്ടികളുമായി. ഞാനിപ്പോൾ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഇടയ്ക്കിങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ പിന്നെ ഫോണിലൊന്നും ഞാൻ എന്നെ അങ്ങനെ പെട്ടെന്നൊന്നും കാണാറില്ല. തിരക്കിൻ്റെ കൊണ്ടുകൊണ്ട് തന്നെയല്ല ഞാൻ ഈ ഫോൺ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം ആളില്ല. അതുകൊണ്ട് ഞാനങ്ങനെ ട്രൈ ചെയ്യാറില്ല. അതൊരു ഗുണമായല്ലേ? അതെ, അതുകൊണ്ട് ഫോൺ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് ആർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒന്നും ഞാൻ പറയാറില്ല. എന്നെ ഈ ഗ്രൂപ്പിലേക്ക് വിളിച്ചത് ശാന്തമ്മയാണ്. ശാന്തമ്മയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. കാരണം ഗ്രൂപ്പിലൊന്നും എനിക്ക് തീർന്നെങ്കിൽ ഇഷ്ടമല്ലായിരുന്നു. പലരും എന്നെ പല ഗ്രൂപ്പിൽ വിളിക്കാറുണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ ഗ്രൂപ്പിലൊന്നും വരുന്നില്ല.
പക്ഷേ ഇവിടെ വന്ന് എനിക്ക് മനസ്സിലായി ഇതൊരു നല്ല ഗ്രൂപ്പാണ്. പിന്നെ എൻ്റെ ഒരു കൊച്ചിനെ തന്നെ എനിക്കിപ്പോൾ ഈ വേദി വെച്ചാണ് പരിചയപ്പെടാൻ പറ്റിയത്. അത് നമ്മുടെ ചാനലുകാരെ കൊച്ചാണ്. ഈ ഗ്രൂപ്പിലെ ഭാവിനെ അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പേര് ശാന്തയൊക്കെ കോടിക്കുളം. ഇവിടെ നിന്നൊരു 11 കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ വീട്. എനിക്ക് 2 കുട്ടികളാണ്. അതിൽ മൂത്ത കുട്ടി ഹാർട്ടിന് അസുഖമായിട്ട് മരണപ്പെട്ടിട്ടുള്ളതാണ്. അത് 91 ജൂലൈ 1-ാം തീയതിയാണ് മരിച്ചത്. അപ്പം 34 വർഷം കഴിഞ്ഞു. പിന്നെയുള്ളത് ഒരു മോളെ വിവാഹം കഴിച്ചു. ആ മോളുടെ മൂത്ത കുട്ടിയാണിത്. എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ കുടുംബശ്രീയുടെ എല്ലാം വീഡിയോ പിടിക്കുന്ന ഫോട്ടോഗ്രാഫറാണ്. എൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ള ആ ഒരു രീതിയിലുണ്ട്. പിന്നെ എനിക്ക് കുടുംബശ്രീയുടെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ സർക്കാർ സർവീസിലായിരുന്നു. ഞാൻ 2015 റിട്ടയർഡായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മക്കളുടെ ബാധ്യതകളെല്ലാം കഴിഞ്ഞിരുന്നെങ്കിൽ പോലും പിന്നെ ഇങ്ങോട്ടൊരു കുറച്ചൊരു 3 വർഷം കൊണ്ട് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളും, എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുള്ളതാണ്. ഒത്തിരി സാമ്പത്തികവും മാനസികമൊക്കെ ആയിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ വന്നു. പക്ഷെ അതിനൊന്നും തളർത്തിയിരിക്കുന്ന ഒരാളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ പാട്ട് പാടുക, അല്ലെ അങ്ങനെയൊക്കെയുള്ള ആ ഒരു, അതായത് ഇപ്പോഴും എനിക്ക് 16 വയസ്സേ ഉള്ളൂ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആരെവിടെ ഇരുന്നാലും അല്ലാതെ ദുഃഖിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അത് ഇന്നതാണ്, അത് ആ രീതിയിൽ കൂടെ മുന്നോട്ട് പോകണം എന്ന് ഒരുപാട് അറിവോ കഴിവോ എനിക്കില്ല. പക്ഷെ എന്നാലും നമ്മളെ വിളിക്കാനും അന്വേഷിക്കാനും ഉള്ള ആളുകൾ, അതായത് വിധവകളായിട്ടുള്ള കുറേ അമ്മമാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു നല്ല രീതിയിൽ നമ്മൾ പോകുന്നു. അതായത് ഈ കഴിഞ്ഞ ഡിസംബർ 16-ാം തീയതിയാണ് ഞാൻ നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഈ ജനുവരി 25-നാണ് നമ്മുടെ ജില്ലയുടെ ഗ്രൂപ്പ് രൂപീകരിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആദ്യം വന്ന് പരിചയപ്പെട്ടത്, അന്ന് വന്നവരുടെ എല്ലാം പേര് ഞാൻ എഴുതി നമ്പർ എഴുതി എടുത്തു കഴിഞ്ഞിട്ട് ഓരോരുത്തരെ വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഏറ്റവും അടുത്തുള്ള ആൾ വിൻസെൻ്റ് സാറാണ്. സാറിനെ ഞാൻ നേരിൽ വന്ന് കണ്ടു. വിളിച്ച ആളുകളെയൊക്കെ എൻ്റെ അടുത്തുള്ള ആളുകൾ അന്നക്കുട്ടിയെ നേരിട്ട് വന്ന് കണ്ടു. രേണുവിനെ കാണുമെന്ന് പറഞ്ഞ് രേണുവിനെ നേരിട്ട് വന്ന് കണ്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോണിൽ കൂടി മാത്രം ബന്ധപ്പെട്ടാൽ പോരാ, എല്ലാവരെയും നമ്മളൊന്ന് മീറ്റ് ചെയ്ത്, അതായത് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ടീച്ചറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാനസികമായിട്ട് ഞങ്ങൾ ഒരു ചെറിയ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ റിട്ടയർഡായി കഴിഞ്ഞതിന് ശേഷം BJPയുടെ ഒരു ഇലക്ഷനിൽ മത്സരിക്കാനുള്ളൊരു അവസരം ഉണ്ടായി. പിന്നെ മഹിളാ മോർച്ചയുടെ തൊഴിലുറ മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു 6 വർഷം വർക്ക് ചെയ്തു. പിന്നെ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ചാൾ നടന്നു. അപ്പോൾ ആ കൂടത്തിലേക്ക് വന്ന ഒരാളാണ് നമ്മുടെ സിസിലി ടീച്ചർ. ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് ഞങ്ങൾ പരിചയമാണ്. അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ടീച്ചറിന് ഇപ്പം നിലവിൽ സ്വന്തമായിട്ടൊരു ഭവനമില്ല. അപ്പോൾ ടീച്ചറിൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഇടയ്ക്ക് ഞാനിങ്ങനെ വിളിക്കും. അപ്പോൾ ടീച്ചറിൻ്റെ സ്വന്തം വീട് ഇപ്പോൾ കണ്ണൂരാണ് അവർ സെറ്റിലായിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ പഴയ ഒരു മഹിളാ സമാജം എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ടീച്ചർ. അപ്പോൾ പുറപ്പെട കുറിഞ്ഞി ആ ഭാഗം എല്ലാം ടീച്ചർ പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ ടീച്ചർക്കുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ചിരിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സമ്പാദ്യം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വിശപ്പ് കൊണ്ട് പാടാൻ പഠിച്ച ആളാണ്. കാരണം വിശപ്പ് പോകാനായിട്ട് സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ, അതായത് ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഞങ്ങൾ പുറമ്പോക്കിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നിപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊക്കെ ഒരു ചെറിയ വീടൊക്കെ ആയി, കൂടപ്പുറപ്പുകളെല്ലാം നല്ല രീതിയിൽ വലിയ കുഴപ്പമില്ലാതെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ചെറിയ പണികൾ ചെയ്ത് കുക്കിങ്ങിനാണ് ഞാൻ പോകുന്നത്. ഇടയ്ക്ക് ഈ ഏജൻസി മുഖേന അല്ലാതെ ഞാൻ ചെറിയ പണിക്ക് പോകുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ. പിന്നെ പെൻഷനുണ്ട്, ഒരു 15 രൂപ പെൻഷനുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ സാർ പറഞ്ഞു, നമ്മൾ ഗാന്ധിജി ജീവിച്ച് ഇപ്പോഴും ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഒരു ഇതെന്ന് പറയണത് മരിച്ചു കഴിയുമ്പോൾ നമ്മളെ ഓർമ്മിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, കാരണം ബൈബിളിൽ പറയുന്നുണ്ട്, ഞാനൊരു ഹിന്ദുവാണ് എങ്കിലും ബൈബിളാണ് ഞാൻ ആദ്യം വായിച്ചൊരു പുസ്തകം. ദാനധർമ്മമാണ് നിന്റെ നിക്ഷേപം എന്ന് പറയുന്നത്. നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവിനെ നീ അനുസരിക്കുക. അതുപോലെ ഭാഗവത്തിൽ പറയുന്നുണ്ട്, കീഴാൽ ചെയ്ത ശുഭാശുഭ കർമ്മം അത് മേലിൽ സുഖ ദുഃഖത്തിന് കാരണം. അപ്പം നമ്മൾ പരമാവധി നല്ലത് ചെയ്യുക. കാരണം നമുക്കൊന്നും കൊടുക്കാനില്ലെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. നമ്മളൊരു പുഞ്ചിരിയില്ല, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലായിരിക്കും. ഇപ്പം ഞങ്ങൾ ചായ എടുക്കാനായിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ അന്നേരം സാറ് പറഞ്ഞു, നമ്മുടെ സാറ് തൊടുപുഴയിൽ നിന്ന് ബസ്സിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അനുകുട്ടിയോട് പറഞ്ഞു, ദേ വരുന്ന ആളാണ് സാറെന്ന് പറഞ്ഞു. പറഞ്ഞു അതാണോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു അത് തന്നെ. അപ്പം ഞാനിങ്ങനെ നേരെ നടന്നു.
സാറിനെ ചെന്ന് വിഷ് ചെയ്തു. അപ്പോൾ എൻ്റെ കുഞ്ഞുമകനെ പറഞ്ഞു വിട്ട് ഇങ്ങോട്ട് ഓഫീസിലോട്ട് കയറി വരാനായിട്ടുള്ള സാഹചര്യം. അതുപോലെ തന്നെ നമ്മുടെ ജോസേട്ടൻ, സാറെന്നല്ല ജോസേട്ടൻ, കാരണം നമ്മുടെ ഒരു അബ്രാള സാറുണ്ട്, പുള്ളി ഡോക്ടറാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ ഈ ഗ്രൂപ്പ് രൂപീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാവരെയും വിളിച്ച കൂടെ അബ്രാള സാറല്ലേ, അബ്രാഹം എന്ന് പറഞ്ഞ ആളല്ലേന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു പാലിയേറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങളൊക്കെ പണിക്ക് പോകുന്നതിലെ പണിയാണെന്ന് ഞാൻ വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു പോയി. അപ്പം ഞാൻ പറഞ്ഞു ആ ചേട്ടാ അതിന് കുഴപ്പമില്ല, അതൊക്കെ പറയേണ്ടതല്ലേ, അതൊക്കെ 4 പേരെ അറിയേണ്ടതല്ലേ എന്ന് ഞാൻ വലിയ ഹാപ്പിയായിട്ട് പറഞ്ഞു. ഓ ഞാനിപ്പോൾ വിളിച്ചതാണ് നിങ്ങൾക്ക് കുറ്റമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് പുള്ളി. ആ മനുഷ്യൻ അതായത് ഈ അടുത്ത ദിവസം ജനുവരിയിൽ വിളിച്ചതാണ്. അപ്പം ഈ അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് നമുക്ക് തൊടുപുഴ കാണാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു, ഞങ്ങൾ കണ്ടു. അപ്പോൾ എന്നോട് ചോദിച്ചു നമ്മൾ തമ്മിൽ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ കണ്ടിട്ടേ ഇല്ല, വിളിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു. കാരണം വിളിച്ചു, അപ്പോൾ അന്ന് പറഞ്ഞത് മോശമായിട്ടുള്ള വാക്കല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ് വിളിച്ചിട്ടേ ഇല്ല, അപ്പം നാളെ കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരേ കോഫി, അതായത് നമ്മുടെ ഈസ്റ്ററിൻ്റെ അന്ന് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ച് ഞങ്ങൾ സ്നേഹപൂർവ്വം, കുട്ടി വന്നില്ല, ഞങ്ങൾ 2 പേരായിരുന്നു. പുള്ളി ഒരു നൽകിയൊക്കെ കൊണ്ട് തന്നു, ഞങ്ങളത് സന്തോഷപൂർവ്വം കഴിച്ചു. പിന്നെ ഞങ്ങളോട് പറഞ്ഞു യാത്രയുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ആ യാത്രയ്ക്ക് ഒരു ദിവസത്തെ കപ്പലെ യാത്ര പറ്റി പറഞ്ഞു, പുറംകടലിലൊക്കെ പോകുന്നതിനെ പറ്റി പറഞ്ഞു. 3000 രൂപയാകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറേ 3000 രൂപ എന്ന് പറയുമ്പോൾ എനിക്ക് 2 ലോൺ അടയ്ക്കാനുള്ള പൈസയുണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ചെറിയ ചെറിയ യാത്രകളൊക്കെ വലിയ ഇഷ്ടമാണ്. അതിന് ചോദിച്ചാൽ എപ്പോൾ പറഞ്ഞാലും നമ്മൾ പോരും. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പണിക്ക് കയറേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് താമസിക്കാതെ പണിക്ക് കയറും. പിന്നെ ഇന്ന് ഈ വന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഈ സർക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽ, അതുകൊണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക, അവരുടെ മനസ്സ് നിറഞ്ഞ് പോവുക എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം അതിനുള്ളൊരു വേദി, അതായത് ഇവിടെ നമുക്ക് ഒത്തുകൂടാനുള്ള ഒരു സൗകര്യം നമ്മുടെ വിൻസെൻ്റ് സാറിന് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ എന്ത് വിവരങ്ങളാണെന്ന് അറിയാതെ വന്ന് സാറിന് നന്ദി പറയുന്നു. എല്ലാവർക്കും നമ്മുടെ കേരള സീനിയർ സിറ്റിസൺ ഗ്രൂപ്പിൻ്റെ ഈ പ്രവർത്തനം ഓൾ കേരള തലത്തിലാണ് നടക്കുന്നത്. പക്ഷേ ഓൾ കേരള തലത്തിൽ ഒന്നിച്ചു കൊണ്ടുപോകുക ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എല്ലാ ജില്ലകളിലേക്കും ഓരോ ഘടകങ്ങളാക്കി മാറ്റി അതിൻ്റെ പ്രവർത്തനം ആ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കൾ, പ്രായമായവർ, പ്രത്യേകിച്ച് 60 വയസ്സിന് ശേഷം അല്ലെ 65 വയസ്സിന് ശേഷം, അതായത് റിട്ടയർമെൻറ്റ് കാലഘട്ടം തുടങ്ങുമ്പോൾ മുതൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഈ അവസ്ഥയിൽ നിന്നും അവരെ രക്ഷിക്കുന്നതിനായിട്ട് അവർക്കൊരു മോചനം, അതായത് നമുക്ക് പറ്റുന്ന തരത്തിൽ ആനന്ദം കൊടുക്കുക, സന്തോഷം കൊടുക്കുക. അതിന് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക ഈ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ്. ആ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ ചാറ്റിങ്ങിലൂടെ എല്ലാവരുമായിട്ട് സംവദിക്കുകയും ഓരോ ദിവസം എല്ലാ ഗ്രൂപ്പിലും ഓരോരുത്തർ വന്ന് അവരുടേതായ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. കൂടാതെ നമ്മൾ ഭാവിയിൽ പകൽ വീട് പോലുള്ള സംരംഭങ്ങൾ